നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെട്ട് ഹൈക്കോടതി. സമൂഹത്തെ ബാധിക്കുന്ന വിഷയമെന്നും നേരിട്ട് കേസെടുത്തുകൂടെയെന്നും കോടതി. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയിൽ ഹാജരാക്കണം. പൂർണ്ണരൂപം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിൽ സർക്കാരിന് തടസ്സങ്ങളില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് തന്നെയാണ് നിലപാടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ആവേശമായി ആറന്മുള ഉത്രട്ടാതി ജലമേള. പങ്കെടുത്തത് 26 പള്ളിയോടങ്ങൾ. മത്സര വള്ളം കളി ഉൾപ്പെടെയുള്ള ജലമേള സെപ്റ്റംബർ 18-ന്. കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൊല്ലം കുണ്ടറയിൽ ബസും കാറും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. നേര്യമംഗലം ബസ് സ്റ്റാൻഡിൽ ബസ് കയറി യാത്രക്കാരി മരിച്ചു. പട്ടാമ്പിയിൽ തീപ്പൊള്ളലേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കോതമംഗലം കരിയിലപ്പാറയിൽ കാട്ടാനാക്രമണം. കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്തെ ഫെൻസിംഗും കാട്ടാനക്കൂട്ടം തകർത്തു. ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചത് മണിക്കൂറുകൾ. വിശദമായി നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെട്ട് ഹൈക്കോടതി. കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേയെന്നും നേരിട്ട് കേസെടുത്തുകൂടെയെന്നും സർക്കാരിനോട് കോടതി ചോദിച്ചു. സമൂഹത്തെ ബാധിക്കുന്ന വിഷയമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളെന്നും കോടതി പറഞ്ഞു. റിപ്പോർട്ട് പൊതുമധ്യത്തിലുണ്ടെന്നും കുറ്റാരോപിതരുടെ വിവരങ്ങൾ കൈവശമില്ലെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വനിതാ കമ്മീഷനെ കക്ഷി ചേർത്ത കോടതി ഹർജി അടുത്ത മാസം 10-ന് പരിഗണിക്കാൻ മാറ്റി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിൽ സർക്കാരിന് തടസ്സങ്ങളില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ. സ്വമേധയാ കേസെടുക്കുന്നതിന് നിയമപ്രശ്നങ്ങളുണ്ടെന്നും സർക്കാരിന് ഒന്നും മറയ്ക്കാനില്ലെന്നും മന്ത്രി. സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലല്ലോ ഇക്കാര്യത്തിൽ. സർക്കാർ ആദ്യം ഇന്നത്തെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ തുറന്ന മനസ്സോടുകൂടി ആദ്യത്തെ എറണാകുളത്തുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇങ്ങനൊരു പരിശോധന അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. കൃത്യമായി അതിന് കമ്മിറ്റിയെ നിയോഗിച്ചു, കമ്മീഷനെ വെച്ചു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി അത് പരിശോധിച്ചു, റിപ്പോർട്ട് കൊടുത്തു. അത് പുറത്തു വിടുമ്പോൾ കോടതി ഇടയ്ക്ക് സ്റ്റേ ചെയ്യുകയും അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിൽ തടസ്സങ്ങൾ വന്നപ്പോഴാണ് ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഒന്നും മറയ്ക്കാനുമില്ല. ഈ കാര്യത്തിൽ ഒരു തരത്തിൽ ആരെയും രക്ഷപ്പെടുത്തുന്നുമില്ല. എല്ലാ കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ആധികാരികമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര ഉന്നതരായിരുന്നാലും തെറ്റുകൾ കണ്ടാൽ ആ തെറ്റിൻ്റെ മുമ്പിൽ മാറി നിൽക്കുന്നൊരു ഗവൺമെൻറ് അല്ല. അതുകൊണ്ട് ഈ മുദ്ര വെച്ച കവറിൽ കൊടുക്കണമെന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ മറക്കാനിരിക്കുന്നു. നേരത്തെ തന്നെ ഗവൺമെൻറ് ഈ കാര്യം കോടതി പറഞ്ഞ പോലെയല്ലേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ഇല്ല, അതിനകത്തൊരു പ്രശ്നം നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ പരാതിപ്പെടാതെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിൽ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കുന്ന രൂപത്തിലേക്ക് പോയാൽ അത് രക്ഷപ്പെടില്ല എന്നുള്ളതാണല്ലോ സോളാർ മറ്റു രൂപത്തിൽ മാറ്റി വയ്ക്കേണ്ടി വന്നത്. ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇത് നിയമപ്രശ്നമാണ് അല്ലേ? വക്കീലിരിക്കുന്നത് ഇവർക്ക് അല്ല, ഇതൊരു അന്വേഷണം പരിശോധന മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതികൾ വരണം. അതാണ് നിയമജ്ഞന്മാർ തന്ന ഉപദേശം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോഴേ നമുക്ക് അതിന് കേസുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് തന്നെയാണ് വനിതാ കമ്മീഷന്റെ നിലപാടെന്ന് അധ്യക്ഷ പി സതീദേവി. എന്തൊക്കെ പരിഹാരം വേണമെന്ന് സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്ന് പറയണം. പരാതിയുമായി മുന്നോട്ട് വന്നാലേ കേസ് നിലനിൽക്കൂ. കോൺക്ലേവ് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദി മാത്രമാണെന്നും പി സതീദേവി. സിനിമാ മേഖല എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരുപാട് സ്ത്രീകൾ കൂടി ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ സ്ത്രീ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഈ മേഖലയിൽ ഉറപ്പുവരുത്താൻ വനിതാ കമ്മീഷന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവും എന്ന് ഉറപ്പു നൽകുകയാണ്. നാളെ കോഴിക്കോട് വെച്ച്
തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്നുള്ള പ്രശ്നത്തെ ആസ്പദമാക്കിക്കൊണ്ട് വനിതാ കമ്മീഷൻ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ പ്രതിനിധികളെയും കോഴിക്കോട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന പെൺകൂട്ട് ഉൾപ്പെടെയുള്ള സംഘടനകളെയും സെമിനാറിൽ ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് എങ്ങനെയാണ് വനിതാ കമ്മീഷന്റെ അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുക എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഉറപ്പു നൽകി. ചൂരൽമല പുനരധിവാസം ജോൺ മത്തായി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നിയമ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുനരധിവാസം സ്ഥായിയായി നടക്കുന്നതുവരെ ദുരിതബാധിതരെ സംരക്ഷിച്ചു നിർത്തും. ദുരിതബാധിതരിൽ നിന്നും താമസത്തിന് ഡിപ്പോസിറ്റ് സ്വീകരിച്ചാൽ ഡിസാസ്റ്റർ ആക്ട് പ്രയോഗിക്കുന്നതും സർക്കാർ ആലോചിക്കുമെന്നും മന്ത്രി. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു റിപ്പോർട്ട് ലഭ്യമാകുന്നതിനനുസരിച്ചാണ് അതിനെക്കുറിച്ച് പറയുക. നമ്മുടെ കാഴ്ചകൾ വെച്ച് അല്ല പറയുക. അപ്പോൾ അത് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ ഒരു ദുരന്തബാധിത പ്രദേശത്തെ ഏതെങ്കിലും വിധത്തിൽ കുറച്ച് കാണുന്ന നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ആ ദുരന്തത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ എന്താണോ അതിൽ സൂചിപ്പിക്കപ്പെടുന്നത് അതനുസരിച്ചിട്ടുള്ള സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടുകിട്ടി. പുനലൂർ കോമളംകുന്ന് സ്വദേശി സുരേഷാണ് മരിച്ചത്. രാവിലെ 9:30 പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുള്ള കുളക്കടവിലാണ് സുരേഷും മറ്റൊരു സുഹൃത്തും കുളിക്കാനിറങ്ങിയത്. സുരേഷ് 6-ന് മധ്യഭാഗത്തേക്ക് നീന്തുന്ന സമയം വെള്ളത്തിലേക്ക് മുങ്ങി താഴുകയായിരുന്നു. ഫയർഫോഴ്സ് ആദ്യ റൌണ്ട് തിരച്ചിൽ നടത്തിയെങ്കിലും ഒഴുക്ക് കാരണം ദുഷ്കരമായിരുന്നു. കൊല്ലം കുണ്ടറയിൽ അപകടത്തിൽ യുവാവ് മരിച്ചു. KSRTC ബസ്സും കാറുമാണ് കൂട്ടിയിടിച്ചത്. കൊട്ടാരക്കര നെടുവത്തൂർ സ്വദേശി മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. കൊല്ലത്തു നിന്നും വന്ന KSRTC ബസ്സിൽ എതിർദിശയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഒരാൾക്ക് പരിക്ക് പറ്റി. ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ സാരമായ പരിക്കുകളോടെ കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ അമിത വേഗതയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കോതമംഗലം നേര്യമംഗലം ബസ് സ്റ്റാൻഡിൽ ബസ് കയറി യാത്രക്കാരി മരിച്ചു. മാമലക്കണ്ടം സ്വദേശിനി പാക്കാട് കൌസല്യ തങ്കപ്പനാണ് മരിച്ചത്. ബസ് ഇറങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ അതേ ബസ് തന്നെയാണ് കൌസല്യെ ഇടിച്ചിട്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് പട്ടാമ്പിയിൽ തീപ്പൊള്ളലേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ഓങ്ങല്ലൂർ വാടാനാംകുറിശി വടക്കേപ്പുരക്കൽ ഷിതയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ടാണ് പട്ടാമ്പിയിലെ സ്വകാര്യ ധനകാര്യ ഇടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ഷിതയെ സ്ഥാപനത്തിന്റെ ശുചിമുറിയിൽ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടത്. വയനാട് നൂൽപ്പുഴയിൽ കോളറ ബാധിച്ച ആദിവാസി വീട്ടമ്മ മരിച്ചു. തോട്ടാമൂല സ്വദേശി വിജിലയാണ് മരിച്ചത്. ഈ പ്രദേശത്തെ 10 പേർ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭക്തിയുടെ നിറവിൽ ആറന്മുള ഉത്രട്ടാതി ജലമേള ആചാരപരമായി നടന്നു. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതിയും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ഇന്നായതിനാലാണ് ആചാരത്തിന്റെ ഭാഗമായി പ്രതീകാത്മക ജലഘോഷയാത്ര സംഘടിപ്പിച്ചത്. മത്സരവള്ളംകളിയും വിപുലമായ ജലമേളയും സെപ്റ്റംബർ 18-ന് നടക്കും. വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയിൽ ആചാരപ്പെരുമയിൽ പമ്പയുടെ ഓളപ്പരപ്പിൽ തുഴയെറിഞ്ഞ 22 പള്ളിയോടങ്ങളാണ് ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുത്തത്. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതിയും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ഇന്നായതിനാലാണ് ആചാരത്തിന്റെ ഭാഗമായി ജലമേള സംഘടിപ്പിച്ചത്. വിപുലമായ മത്സരവള്ളംകളിയും ചടങ്ങുകളും സെപ്റ്റംബർ 18-ന് നടക്കും. രാവിലെ 11-ന് ആറന്മുള സത്രക്കടവിൽ നിന്നും A-B ബാച്ചുകളായി ജലഘോഷയാത്ര ആരംഭിച്ചു. തുടർന്ന് മധുക്കടവിലെത്തിയ പള്ളിയോടങ്ങളെ അവിൽപ്പൊതിയും പഴവും ക്ഷേത്രപ്രസാദവും പുകയിലയും ദക്ഷിണയായി നൽകി പള്ളിയോട സേവാസംഘം ഭാരവാഹികൾ സ്വീകരിച്ചു. ആചാരമായി നടത്തിയ ജലമേളയായതിനാൽ 52 കരകളിൽ നിന്നും 22 പള്ളിയോടങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും വലിയ നാട്ടാന വളർത്തൽ കേന്ദ്രമാണ് ഗുരുവായൂർ ആനക്കോട്ട. 38 ആനകളാണ് ഇവിടെയുള്ളത്. 150ഓളം പാപ്പാന്മാരുമുണ്ട്. കൂടാതെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘവും ജീവനക്കാരും മേലധികാരിയായി ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുമുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി ആനകളെ പരിപാലിച്ചു വരികയാണ് ദേവസ്വം. ഗുരുവായൂരിലെത്തുന്ന ഭക്തർ ഈ ആനച്ചന്തം കാണാതെ തിരിച്ചു പോകാറുമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രമാണ് ഗുരുവായൂരിലേത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് നിറയെ പച്ചപ്പുള്ള ഈ പ്രദേശം.
രാജ്യത്തെ ഏറ്റവും വലിയ ആന സങ്കേതങ്ങളിലൊന്നായ ഇവിടെ ഓരോ വർഷവും ആയിരങ്ങളാണ് സന്ദർശിച്ചു മടങ്ങുന്നത്. 65 ആനകൾ ആനക്കോട്ടയിലുണ്ടായിരുന്നു. സന്ദർശകർക്ക് ആനകളുമായി ചെങ്ങാത്തം കൂടുകയും അവയ്ക്കൊപ്പം ചിത്രങ്ങളെടുക്കുകയും ചെയ്യാം. ആനകളെ നടക്കിരുത്തുന്നതിൽ നിയന്ത്രണം വന്നതോടെ ആനക്കോട്ടയിലെ ആനകളുടെ എണ്ണം കുറഞ്ഞു. ഓരോ വർഷവും കർക്കിടക മാസത്തിൽ 30 ദിവസം ആനകൾക്ക് സുഖചികിത്സ നടത്തും. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വം ചെലവിടുന്നുണ്ട്. ആനക്കോട്ടയിലെ ആനകളെ ശാസ്ത്രീയമായാണ് പരിപാലിക്കുക. ഓരോ ആനയ്ക്കും 3 പാപ്പാന്മാരുണ്ട്. ഡോക്ടർമാർ അടങ്ങുന്ന വിദഗ്ധ സംഘം വേറെയും. ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ വിവേക് തുടങ്ങി വിദഗ്ധരായ ആന ചികിത്സാ സംഘം നിരന്തരം ആനക്കോട്ടകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആനക്കോട്ടയിലുണ്ട്. കൃത്യമായ ഭക്ഷണം, വെള്ളം, മതപ്പാടുകാലത്തെ നിരീക്ഷണം എന്നിവ ഇവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. ആനകൾക്ക് ഒരുപക്ഷെ വർഷങ്ങളായി സുവർണ്ണ ജൂബിലി ആഘോഷിക്കാൻ പോണ നമ്മുടെ കോട്ടയിൽ എന്നും ഈ വെൽഫെയർ നേരത്തെ ഉണ്ടായിരുന്നു. അത് വർഷാവർഷങ്ങളായിട്ട് ആനയ്ക്ക് സുഖചികിത്സയും ആനകളെ പരിപാലിക്കുന്ന രീതിയിൽ വേൾഡിലെ നമ്പർ 1 ആയിട്ട് ആനക്കോട്ട, കേരളത്തിലെ പുന്നത്തൂർ ആനക്കോട്ട, ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ട തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ആനകളെ അത് നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ആ പഠനത്തിന്റെ വിധേയമായിട്ടൊരു ചെറിയൊരു യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം. ആനകളെ പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ ഇവിടെ കാഴ്ചക്കാരുണ്ട്, വരുന്നുണ്ട്. ആനകളുടെ സ്ഥിര ഡ്യൂട്ടികളുണ്ട്, പാപ്പന്മാർ ചെയ്യുന്നു. അതിനെ മേൽനോട്ടം വഹിക്കാൻ ഡോക്ടർമാരുണ്ട്, പിന്നെ സ്റ്റാഫുകളുണ്ട്. ഇതൊക്കെ കൂടിയിട്ടുള്ള വലിയ ഏറ്റവും കൂടുതൽ ദേവസ്വം ചെലവഴിക്കുന്നതും ഈ ആനക്കോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യവികാരങ്ങളും അത് തിരിച്ചറിഞ്ഞ് പെരുമാറാനുമുള്ള സവിശേഷ ഗുണവും ആനകൾക്ക് ഉണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്നും ഭയാശങ്കയോടെ കാട്ടിൽ അഭയം തേടിയ കുടുംബത്തിന് കാവലൊരുക്കിയ ആനക്കൂട്ടം ഇതിന് തെളിവാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. രാജു ഗുരുവായൂർ, ന്യൂസ് 18. കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാടിന് സമീപം കരിയിലപ്പാറയിൽ കാട്ടാനാക്രമണം. പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മണിക്കൂറുകളോളമാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചത്. 200ഓളം കുലച്ചയത്ത വാഴകളും മറ്റ് കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് നശിപ്പിച്ചത്. പൈനാപ്പിളും റബ്ബറും ഫെൻസിംഗും കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചു. നിരവധി പേരുടെ കൃഷിയിടങ്ങളുടെ കയ്യാലകൾ തകർത്തിട്ടിരിക്കുകയാണ്. പുലർച്ചെ 2 മണിക്കെത്തിയ ആനകൾ വീടുകൾക്ക് സമീപം വരെ എത്തിയിരുന്നു. ഒരു ആനക്കൂട്ടം പറമ്പിൽ കയറുകയും ഒരു 200ഓളം കുലച്ച വാഴകൾ ഓണത്തിന് നമുക്ക് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന 200 വാഴകൾ തിന്ന് നശിപ്പിക്കുകയും ഇവിടെ മാത്രമല്ല തൊട്ട് സമീപ പ്രദേശങ്ങളിലെ പറമ്പുകളിലെല്ലാം വലിയ തോതിൽ നാശനഷ്ടമുണ്ടാക്കി ഇരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ കീരമ്പാറ പഞ്ചായത്ത് മാത്രമല്ല, നമുക്കറിയാം പ്രദേശങ്ങളിൽ മുഴുവനും ആനശല്യം വളരെ വ്യാപകമായിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വലിയ പട്ടികുരേ ശബ്ദമൊക്കെ കേട്ടു. അപ്പം ഞങ്ങൾ ജനല് തുറന്ന് നോക്കിയില്ല, ലൈറ്റ് ഇട്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നും കണ്ടില്ല. അവിടെ എന്തോ ശബ്ദം കേട്ടു. അപ്പം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഇതിൽ മുഴുവൻ ആന പോയിരിക്കുന്ന പാട്. രാവിലെ എൻ്റെ വാഴയുടെ അവിടെ മുഴുവൻ വാഴ നശിപ്പിച്ച് ഇതാക്കിയിട്ടിരിക്കുക. പട്ടി ഭയങ്കര കുരയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ. ഞങ്ങൾ നോക്കിയപ്പോൾ മുറ്റത്തോടെയാണ് ആന പോയിരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും മുറ്റത്തോടെയൊക്കെ ആന പോകുമ്പോൾ? ഇതിപ്പോൾ എന്നും ഞങ്ങൾക്ക് കീരമ്പാറ നിവാസികൾക്ക് ഇത് തന്നെ ഒരു പണിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് കൃഷി ചെയ്യുവാനും അതുപോലെ തന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനും സ്വസ്ഥമായി യാത്ര ചെയ്യാനും പറ്റാത്തൊരവസ്ഥ സംജാതമായിരിക്കുമ്പോൾ വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കൃത്യമായി സ്വീകരിക്കാത്തതിൻ്റെ കാരണമാണ് ഇതുപോലുള്ള ആന ഇത് നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഇടവാണിയൂരിൽ പ്ലാവിലന്തി ഉറങ്ങി കരടി. 10 ദിവസത്തോളമായി ഊരിലെത്തിയിട്ട് ഇന്നലെ പുത്തൂർ വനംവകുപ്പ് ജീവനക്കാർ കരടിയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തിയെങ്കിലും 1 മണിക്കൂറിന് ശേഷം കരടി വീണ്ടും തിരിച്ചെത്തി. കോഴിക്കോട് കൈതപ്പൊയിലിൽ അടച്ചിട്ട വീട്ടിൽ കവർച്ച. കൈതപ്പൊയിൽ നോളജ് സ്റ്റിക് സമീപം വേളഞ്ചേരി പയ്യമ്പടി അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ചൊവ്വാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവം. കുടുംബം ഒരാഴ്ച മുൻപ് വിദേശത്തേക്ക് പോയതാണ്. വീട്ടിലെ CCTV പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവെത്തുന്ന ദൃശ്യം കണ്ടെത്തിയത്. 3 പവൻ സ്വർണ്ണമടക്കം വലിയ തുക മോഷണം പോയതായാണ് പരാതി. കോഴിക്കോട് കട്ടിപ്പാറ ചമൽ പൂവൻ വയലിലെ വ്യാജവാറ്റ് കേന്ദ്രം എക്സൈസ് കണ്ടെത്തി നശിപ്പിച്ചു. 2 ബാരലുകളിലും കുഴികളിലുമായി സൂക്ഷിച്ചുവെച്ച 650 മില്ലി വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. എക്സൈസ് വാറ്റുപകരണങ്ങൾ കസ്റ്റഡിയിലെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് താമരശ്ശേരി എക്സൈസ് റേഞ്ച് സംഘമാണ് പരിശോധന നടത്തിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് എക്സൈസ് അറിയിച്ചു.
കൊട്ടാരക്കര തലച്ചിറ ഗവൺമെന്റ് സ്കൂളിലെ രുചിക്കൂട്ട് ഭക്ഷ്യമേള ശ്രദ്ധേയമായി. 600-ൽ പരം കുട്ടികൾ തയ്യാർ ചെയ്തു കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിപണനവും പ്രദർശനവുമാണ് ശ്രദ്ധേയമായത്. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷിന്റെ റിപ്പോർട്ട്. 600-ൽ പരം കുട്ടികൾ പഠിക്കുന്ന കൊട്ടാരക്കര തലച്ചിറ ഗവൺമെന്റ് സ്കൂളാണ് നമ്മളുള്ളത്. രുചിക്കൂട്ട് എന്ന പേരിൽ വളരെ നല്ല രീതിയിലുള്ള വിഭവങ്ങൾ കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാർ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഭക്ഷ്യമേളയാണ് ഒരുക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ് നമുക്ക് ഇതോടൊപ്പം തന്നെ കാണാൻ കഴിയുന്നത്. രക്ഷിതാക്കളുടെയും PTA അംഗങ്ങളുടെയും അടക്കം വലിയ പങ്കാളിത്തം കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രമീകരണം എന്ന് നമുക്ക് PTA പ്രസിഡന്റിനോട് തന്നെ ആദ്യം ചോദിക്കാം. എങ്ങനെയായിരുന്നു ശരിക്കും ഇതിന്റെ ഒരു പങ്കാളിത്തം? ഇത് സ്കൂളിൽ നമ്മുടെ നാടൻ ഭക്ഷണ രീതി കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ അവരുടെ ഈ സ്കൂളുകൾ ഹൈസ്കൂൾ വിഭാഗത്തിലെ 9ാം ക്ലാസ്സിലെ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധ്യാപകരാണ് ആശയം ആദ്യമേ മുന്നോട്ട് വെച്ചത്. അപ്പോൾ PTAയും അധ്യാപകരും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഭക്ഷ്യമേള എന്നുള്ള രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ ഈ ഇപ്പോഴത്തെ പഴയ കാലത്തുള്ള ഭക്ഷണ രീതികൾ, ഇപ്പോൾ വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് മാത്രം, ഭൂരിപക്ഷം കുട്ടികളും ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിച്ചോളുന്നത്. അപ്പം നമ്മുടെ നാട്ടിൻ പുറത്തെ കടകളൊക്കെ എടുത്താൽ തന്നെ കടകളൊക്കെ മാറിപ്പോയി, നാടൻ ഭക്ഷണം കിട്ടുന്ന കടകളൊന്നുമില്ല. അപ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡാണ്. അപ്പോൾ അവർക്ക് ഈ പല കുട്ടികളും നമ്മുടെ ഇവിടെ നിന്നാണ് ഇപ്പോൾ പലതരത്തിൽ ഈ നമ്മുടെ പഴയ കാലത്തുള്ള പല ഭക്ഷണങ്ങളും പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടികളെ ഈ പഴയ ഭക്ഷണം പരിചയപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇത് പൂർണ്ണമായും രക്ഷിതാക്കൾ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പം അങ്ങനെ അവർക്ക് ഉണ്ടാക്കുന്നതോടുകൂടി അവർക്ക് കുട്ടികൾക്ക് സ്ഥിരമായി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനൊരു പ്രചോദനം നൽകുക. ഇതൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നാടൻ ഭക്ഷണ രീതികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു മഹത്തരമായ ഒരു ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിൽ. പ്രഥമ അധ്യാപകൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സാറേ, എങ്ങനെയാണ് ശരിക്കും? വളരെ അഭിമാനം തോന്നുന്നു ഇത്രയും നല്ല രീതിയിലൊരു മേള അവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ പരിശ്രമമുണ്ട്. നമ്മുടെ PTA, MPTA, SMC ഒക്കെ കൂടിച്ചേർന്നാണ് വളരെ പരിമിതമായ ഒരു സമയത്ത് നിന്നാണ് നമ്മൾ ഇത്രയും ഒരു മേള സംഘടിപ്പിച്ചത്. ഈ മേള സംഘടിപ്പിക്കാനുള്ള പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പഠനം എന്ന് പറയുന്ന പാഠപുസ്തകത്തിനകത്ത് നിൽക്കുന്ന ഒരു സംഭവമല്ല. പാഠപുസ്തകത്തിനപ്പുറം നമ്മൾ പോയി കുട്ടികൾ അറിവ് നിർമ്മിക്കുന്ന, അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് പുതിയ പാഠ്യപദ്ധതി. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ കൊടുക്കുക, പരമാവധി അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചാണ് നമ്മൾ ഒരു ഭക്ഷ്യമേള ഇവിടെ സംഘടിപ്പിച്ചത്. ഈ ഭക്ഷ്യമേള ഒരുക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നാടൻ ഭക്ഷണങ്ങൾ, ഒരു ന്യൂട്രീഷ്യസ് ആയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വില കൂടിയ ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ അത് പോഷക സമൃദ്ധം എന്നുള്ള ഒരു തെറ്റായ കോൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മുടെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തുക. ഈ കഴിഞ്ഞ തലമുറയ്ക്ക് ഇത് വളരെയധികം അറിയാമായിരുന്നു. പല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും അവർക്കത് രുചികരമായ രീതിയിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന് അതിൻ്റെ രുചി ഇപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പിലുണ്ട്. പക്ഷെ നമ്മുടെ ഈ വരുന്ന പുതിയ തലമുറയ്ക്ക് ഇതൊന്നും തന്നെ അറിയില്ല. അവർ വളരെയധികം സ്പൈസി ആയിട്ടും കളറൊക്കെ ചേർന്നിട്ടുള്ള വളരെയധികം ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പിന്തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരെ എത്രയും പെട്ടെന്ന് അവരെ അതിൻ്റെ ശരിയായ ഒരു ഭക്ഷണ പാതയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങളുടെ അധ്യാപകർ അത് തീരുമാനിക്കുകയും ഇപ്പോൾ പാഠപുസ്തകത്തിൽ ഇപ്പോൾ 5ാം ക്ലാസ് തൊട്ട് നമുക്ക് 10 വരെയുള്ള പാഠപുസ്തകങ്ങളിൽ ഇതിൻ്റെ ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചുള്ള ഒരു പാഠഭാഗം വരുന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിൽ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ SRG കൂടിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭക്ഷ്യമേളയായിട്ട് ഇത് സംഘടിപ്പിച്ചുകൂടാ എന്നൊരു ചിന്ത വരികയും അത് ഒരു ചെറിയ ചർച്ച എന്നൊരു വലിയൊരു മേളയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ടീച്ചർ, ഇതെങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്? ശരിക്കും ഇത്രയും കുട്ടികളെ വീട്ടിൽ നിന്ന് തയ്യാർ ചെയ്തുകൊണ്ട് വരണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവർക്ക് പഠിക്കാനുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണശീലവുമായി ബന്ധപ്പെട്ട് ഫുഡ് പ്ലേറ്റ് എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പോൾ അതിനകത്തുനിന്ന് ഉണ്ടായ ഒരു ആശയമാണ്. ആ ആശയം നമ്മൾ ഇവിടെ ഒരു SRG മീറ്റിങ്ങിൽ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ LKG കുട്ടികളെ തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ശരി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ ഇപ്പം പല കുട്ടികൾക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പഴയ ഇലയുടെയും ഇരളിയും ഒക്കെ കുട്ടികളിലേക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ആശയത്തിലൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാ ക്ലാസ് ടീച്ചേഴ്സും എല്ലാ അധ്യാപകരും അവർക്ക് പിന്തുണയുമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പുതിയ തരം വിഭവങ്ങളാണ് ഈ കുട്ടിക്കൂട്ടം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈന്തപ്പഴം വെച്ചിട്ടുള്ള പുതിയൊരു വിഭവമാണ് അല്ലേ? എങ്ങനെയാ ചെയ്തത്?
അത് ഈന്തപ്പഴം മൈദയിൽ മുക്കിയും പൊരിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് മതി കേട്ടോ. അടിപൊളി ഉപ്മാവാണ്. ഇതുപോലെ 100-ലധികം വിഭവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ജസ്മീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ചാന്ദ്രയാൻ 4-5 പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ISRO തുടങ്ങിയെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. ചന്ദ്രനിലേക്കും തിരിച്ചുമെത്താനുള്ള സംവിധാനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ഒരുക്കങ്ങളും ഇതോടൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചന്ദ്രയാന്റെ ഇപ്പൊ കഴിഞ്ഞ 3 ശേഷം ഞങ്ങൾ അടുത്ത സീരീസ് വേണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. കാരണം നമുക്കൊരു വിഷൻ തന്നിട്ടുണ്ട് 2040 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ അത് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യണം. പല ടെക്നോളജി ഉണ്ട്. അവിടെ പോകണം, തിരിച്ചു വരാനുള്ള ടെക്നോളജി വേണം. അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് അവിടുന്ന് പാറയോ കല്ലോ മണ്ണോ ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. അപ്പൊ അതിനുള്ള പല റോബോട്ടിക് കേപ്പബിലിറ്റി വേണം, തിരിച്ചു വരാനുള്ള വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദ്രയാൻ 4, 5 സീരീസിലുള്ള ഡിസൈൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ ചിന്ത. അപ്പോൾ വൺസ് ആ ടെക്നോളജികളെല്ലാം കയ്യിൽ കഴിഞ്ഞ് നമുക്ക് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള കഴിവ് ഗഗൻയാൻ പ്രോഗ്രാം നമുക്ക് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗഗൻയാൻ പ്രോഗ്രാമും ചന്ദ്രയാൻ പ്രോഗ്രാം കൂടെ ചേർത്ത് ഇനി ആണ് നമുക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നത്. എറണാകുളം കോതമംഗലത്ത് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാകാത്തതിൽ വ്യാപക പ്രതിഷേധം. നിർമ്മാണം അട്ടിമറിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. കോതമംഗലത്ത് സ്റ്റേഡിയത്തിനായുള്ള കായിക പ്രേമികളുടെ കാത്തിരിപ്പ് നീളുകയാണ്. രാജ്യാന്തര നിലവാരമുള്ള സ്റ്റേഡിയം എന്ന ആശയം 2011 ഉയർന്നു വന്നത്. ചേലാട് പോളിടെക്നിക്കിന്റെ 4 ഏക്കർ സ്ഥലവും പിണ്ടിമന പഞ്ചായത്ത് നൽകിയ 2 ഏക്കർ സ്ഥലവും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. പല പ്രാവശ്യം ടെൻഡർ പുതുക്കി നൽകിയെങ്കിലും വിവിധ കാരണങ്ങളാൽ കിറ്റ്കോയുടെ മേൽനോട്ടത്തിലുള്ള സ്റ്റേഡിയം നിർമ്മാണം നടന്നില്ല. ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. നിർമ്മാണം അട്ടിമറിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സമരരംഗത്താണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസും KSU ഇന്ന് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നത് ഒരു സൂചനാ സമരവുമായിട്ട് ഇന്ന് മെയിൻ റോഡ് തടഞ്ഞുകൊണ്ട് കളിസ്ഥലമാക്കിക്കൊണ്ട് റോട്ടിൽ പന്തുരുട്ടിക്കൊണ്ട് പൊതുനിരത്തിൽ പന്തുരുട്ടിക്കൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. വരും കാലങ്ങളിൽ KSUവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വലിയ സമരവുമായിട്ട് MLA തടയണമെങ്കിൽ തടയേണ്ട രീതിയിലേക്കുള്ള സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസും KSUവും മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്റ്റേഡിയം നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. ന്യൂസ് 18 കോതമംഗലം. വയനാട് ജനതയെ സഹായിക്കാൻ വേറിട്ട സഹായ പദ്ധതിയുമായി ഗ്രന്ഥശാല പ്രവർത്തകർ. മെയിൻ ചലഞ്ചിന് വെള്ളനാതുരത്തെ ഫ്രീഡം ലൈബ്രറിയുടെ പ്രവർത്തകരാണ് നേതൃത്വം നൽകിയത്. കരുനാഗപ്പള്ളിയിൽ നടത്തിയ മെയിൻ ചലഞ്ചിൽ ലഭിച്ച തുക വയനാടിനായി കൈമാറും. സുനാമിയിൽ ദുരന്തമേറ്റുവാങ്ങിയ ആലപ്പാട്ടെ ഫ്രീഡം ലൈബ്രറി പ്രവർത്തകരാണ് വയനാടിന് സഹായഹസ്തവുമായി രംഗത്ത് വന്നത്. ഗ്രന്ഥശാലയിലെ അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളിൽ നിന്നും ശനിയാഴ്ച കിട്ടിയ മീനാണ് വിൽപ്പനയ്ക്കായി കരുനാഗപ്പള്ളി ടൗണിലെത്തിച്ചത്. ചെറിയ വിലയ്ക്ക് ഇഷ്ടം പോലെ നല്ല മീൻ കിട്ടിയതോടെ ആളുകളുടെ തിരക്കും കൂടി. അയലയും ചൂടയും ചെങ്കലവയുമെല്ലാം ഇഷ്ടം പോലെ വന്നവർക്ക് ലഭിച്ചു. ആ തുക മുഴുവൻ വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകി. ഗ്രന്ഥശാല പ്രവർത്തകരുടെ സഹായ പദ്ധതിക്ക് അഭിവാദ്യമേകാൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലും എത്തിയതോടെ പ്രവർത്തകരും ആവേശത്തിലായി. MLA-മാരായ CR മഹേഷ്, കോവൂർ കുഞ്ഞുമോൻ, നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മത്സ്യവ്യാപാരം. സന്ധ്യയോടെ വിൽപ്പന അവസാനിപ്പിച്ചപ്പോൾ 1.5 ലക്ഷത്തോളം രൂപയാണ് സമാഹരിച്ചത്. ന്യൂസ് 18 കൊല്ലം. കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് വിളകളിലെ ഒച്ചകളുടെ ആക്രമണം. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്നൊരു കർഷക. ജൈവ രീതിയിൽ ഒച്ചുകളെ തുരത്താനുള്ള പൊടി രൂപത്തിലുള്ള മരുന്നാണ് നെടുങ്കണ്ടം വലിയ തോവാള സ്വദേശിയായ മഞ്ജു വികസിപ്പിച്ചത്. സംസ്ഥാനത്തെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള മഞ്ജു കാർഷിക രംഗത്തെ മികച്ച സംരംഭക കൂടിയാണ്. പച്ചക്കറി, പഴവർഗ്ഗ കൃഷികളിൽ ഒച്ചുകൾ വൻ വെല്ലുവിളി ഉയർത്തിയതോടെയാണ് ഇവയെ തുരത്താൻ പരിഹാരം കണ്ടെത്താൻ മഞ്ജു നിർബന്ധിതയായത്. ഒച്ചുകൾ അധികം ആക്രമിക്കാത്ത ചെടികളെ നിരീക്ഷിച്ച് അവയുടെ ഇലകളും മുട്ടത്തോടും മറ്റ് ജൈവ മിശ്രിതങ്ങളും ചേർത്തൊരുക്കിയ മരുന്ന് വിജയകരമായി പരീക്ഷിച്ചു. 1 വർഷത്തെ പരിശ്രമ ഫലമായാണ് മരുന്ന് വികസിപ്പിച്ചെടുത്തത്. ആശയത്തിനുള്ള അംഗീകാരമായി കാർഷിക സർവകലാശാലയും രംഗത്തെത്തി. ഏകദേശം 1 വർഷത്തോളം ഞാൻ എടുത്തു ഇതൊരു മരുന്നുണ്ടാക്കാനായിട്ട്. അപ്പം ഞാനത് പലവട്ടം നിരീക്ഷിച്ചു, ഏത് ചെടികളെയാണ് ഇത് ആക്രമിക്കാത്തത്,
ഏത് ചെടികൾക്കാണ് ഇതിനകത്ത് ചെടികളെ ചുവട്ടിലാണ് ഈ ഒച്ച് കാണാത്ത, അങ്ങനെ ഒത്തിരി പരീക്ഷണത്തിന്റെ ഫലമായിട്ട് ഞാൻ ഒരു 4-5 ഇലകൾ അതിനകത്തുനിന്ന് തണലത്തുണക്കി പൊടിച്ചെടുത്ത് പിന്നെ മുട്ടത്തോടും ചേർത്താണ് ഞാൻ ഈ മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് കെമിക്കലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ചെടികൾ നശിച്ചു പോകും. ഇത് ചെടികൾക്ക് ദോഷമില്ലാതെ ഇരിക്കുകയും ചെയ്യണം, നമുക്കും ദോഷമില്ലാതിരിക്കണം. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇതിന്റെ ഒരു ഇത് നോക്കിയത്. ഒച്ചുകളെ തുരത്തുന്നതിനൊപ്പം ചെടികൾക്ക് ആവശ്യമായ വിവിധ മൂലകങ്ങളും ഈ മരുന്ന് നൽകും. അധികം ഒച്ചുകൾ ഉണ്ടെങ്കിൽ ആകർഷിച്ച് ഇവയെ തുരത്തുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന് ഈ കർഷക പറയുന്നു. ഇത് ഞാനൊരു പച്ചമരുന്നുകൾ കൊണ്ട് മുട്ടത്തോടും കൂടെ ഉണ്ടാക്കിയ ഒരു മരുന്നാണ് ഇത്. ഇത് നമ്മൾ ഇതിന്റെ ദേഹത്ത് ഇങ്ങനെ ഈ ചെടികളുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി ചത്തുപോകും. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങി ചത്തുപോകും. അതിന്റെ പ്രത്യേകത. നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം, ഒരു ദോഷവും ഇല്ല. പിന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ബോറോണും കാൽസ്യവും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. വളമായിട്ട് ഇത് ഉപയോഗിക്കാനും സാധിക്കും. കൂടുതൽ ഒച്ചുകളുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാനായി ലിക്വിഡ് രൂപത്തിലും മഞ്ജു മരുന്നൊരുക്കിയിട്ടുണ്ട്. വ്യാപകമായി വളമൊരുക്കി കർഷകർക്ക് ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷക. ന്യൂസ് 18 ഇടുക്കി. വയനാട് ദുരിതബാധിതർക്കായുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപ സംഭാവന ചെയ്ത് GCC, രാജ്യങ്ങളിലെ പ്രശസ്ത മെഡിക്കൽ ഗ്രൂപ്പായ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ള മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറി. P. അബ്ദുൽ ഹമീദ് MLA, പത്രപ്രവർത്തക യൂണിയൻ നിയുക്ത ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു.